എങ്ങനെയാണ് എൻജിൻ എക്സ് റിക്വസ്റ്റ് പ്രോസസ്സ് ചെയ്യാൻ നോക്കാം. ചുമ്മാ നമ്മൾ എൻജിൻ എക്സ് ഫാസ്റ്റാണെന്ന് പറയുക, പാഷക്കാട് നല്ലതാണെന്ന് പറയലല്ലോ. അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. ഓക്കെ. അതിനു മുമ്പ് ഞാനൊരു അനോളജി പറയാം. നമ്മളൊരു നിങ്ങളൊരു റെസ്റ്റോറൻറ്റിലേക്ക് ഭക്ഷണം കഴിക്കാൻ പോകണമെന്ന് വെച്ചു. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ ചെല്ലുന്നു, നമ്മളെ ഇൻവൈറ്റ് ചെയ്യുന്നു, ഒരാൾ ഇൻവൈറ്റ് ചെയ്തിരുത്തുന്നു. അതിനുശേഷം പറയുന്നു, ഒരു സ്റ്റാഫിനോട് പറയുന്നു, ആ ടേബിൾ എടുത്തോളം പറയുന്നു, ടേബിൾ നോക്കാൻ പറയുന്നു. അപ്പം ആ 2 കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്. ഒരു റെസ്റ്റോറൻറ്റിലെ കാര്യം പറയുന്നത്, രണ്ടാമത്തെ റെസ്റ്റോറൻറ്റിലെ കാര്യം പിന്നെ പറയാം. അപ്പോൾ ആ റെസ്റ്റോറൻറ്റിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു ടേബിളിൽ പോയിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വർക്കറെ കിട്ടും. എന്ന് വെച്ചാൽ ഒരു സ്റ്റാഫ്, നിങ്ങളുടെ വെയിറ്റർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ അലക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ അലക്കേറ്റ് ചെയ്ത റെസ്റ്റോറൻറ്റ് സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഓർഡർ എടുക്കുന്നു. അപ്പോൾ നിങ്ങൾ മെനു നോക്കി ഓർഡർ എടുക്കാൻ വേണ്ടി സമയം എടുക്കുന്നു. അപ്പം വെയിറ്റ് ചെയ്യുന്നു. അതിനുശേഷം നിങ്ങളൊരു 10 മിനിറ്റ് കഴിഞ്ഞ് പറഞ്ഞ് നിങ്ങളുടെ മെനു ഇതാണ്, ഓർഡർ ചെയ്യുന്നത് ഇതാണെന്ന് പറഞ്ഞിട്ട് ഓർഡർ ചെയ്യുന്നു. അവർ വന്ന് ഓക്കെ. അതിനുശേഷം എന്ത് ചെയ്യും, ബാക്ക് എൻഡിലേക്ക് പോയതിന് ശേഷം അവർ ഷെഫിനോട് പറയുന്നു, ഇന്ന സാധനം ഇന്ന ടേബിളിലേക്ക് കുക്ക് ചെയ്യണമെന്ന് പറയും. അപ്പം ഷെഫ് അത് ഒരുപാട് സമയമെടുക്കുന്ന മെനു ആണ്. ആ മെനു ഇങ്ങനെ സമയമെടുക്കുന്നു, അയാൾ എന്ത് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ആ വർക്കർ എന്ത് ചെയ്യുന്നു, വേറെ ടേബിളൊന്നും നോക്കാതെ അവിടെ കുത്തിയിരിക്കുന്നു, ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു, പണിയൊന്നുമില്ല. അതിനുശേഷം പുറകിൽ നിന്ന് ഷെഫ് പറയുന്നു സാധനം റെഡി ആയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആൾ ഇങ്ങനെ വന്നിട്ട് എടുത്ത് കൊടുക്കുന്നു. അതിനുശേഷം വേറെ വല്ലതും വേണമെന്ന് ചോദിക്കുന്നു, വേണ്ടെന്ന് പറയുന്നു. അതിനുശേഷം വീണ്ടും അവിടെ പോയിരിക്കുന്നു. അതിനുശേഷം വീണ്ടും എന്തൊക്കെയോ ഓർഡർ ചെയ്യുന്നു. അതിനുശേഷം എപ്പോഴാണോ കസ്റ്റമർ വിളിക്കുന്ന ആ സമയത്ത് മാത്രമേ അയാൾ എണീറ്റ് വന്നാൽ മതി. അപ്പോൾ ലാസ്റ്റ് പറയുന്നു, ഓക്കെ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞു, ബില്ല് എടുത്തോളൂ എന്ന് പറയുമ്പോൾ ബില്ലെടുക്കുന്നു. അയാൾ പോകുന്നു. അയാൾ പോയി കഴിഞ്ഞാൽ അയാൾക്കൊരു ടിപ്പും കൊടുത്തിട്ട് അവർ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെയും വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ അടുത്ത ആൾ വരുന്നവരെ അയാൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പം ഇതൊരു റെസ്റ്റോറൻറ്റിൻ്റെ കേസാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, അപ്പുറത്ത് വേറൊരു റെസ്റ്റോറൻറ്റ് ഇട്ടിട്ടു. അതിൻ്റെ എഫിഷ്യൻസി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറയുന്നു, നിങ്ങളുടെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ മാനേജ് ചെയ്യാൻ ആദ്യം ഒരു തുടക്കത്തിൽ ഒരാളുണ്ടാവും. അയാൾ എവിടെയാണ് നിങ്ങൾ ഇരുത്തേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ അതിനുശേഷം പറയുന്നു, സ്റ്റാഫിനടുത്ത് പറയുന്നു, ഇന്ന ടേബിളിൽ ഒരാൾ വന്നിട്ടുണ്ട്, അയാളുടെ മെനു സെർവ് ചെയ്തോളം പറയുന്നു. അപ്പോൾ എന്ത് ഒരു സ്റ്റാഫ് ഇങ്ങോട്ട് വരുന്നു. ആ സ്റ്റാഫ് ഇങ്ങോട്ട് വന്നിട്ട് ആ ടേബിൾ നോക്കിയിട്ട് പറയുന്നു, നിങ്ങളുടെ മെനു എന്താണെന്ന് നോക്കുന്നവരെ ഞാൻ നോക്കാം. അപ്പം അയാൾ നോക്കിക്കൊണ്ടിരിക്കുമ്പം ആ സ്റ്റാഫ് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ടേബിളിലും ഓടി ഇടാൻ നോക്കിയിട്ട് പറയും, നിങ്ങൾക്ക് എന്തെങ്കിലും ഓർഡർ റെഡി ആയിട്ടുണ്ടോ നോക്കും. അപ്പോൾ ഇവർ പറയുന്നു, ഞങ്ങളുടെ മെനു റെഡിയാണ്, ഓക്കെ ഞങ്ങൾ ഓർഡർ ചെയ്യാൻ റെഡിയാണെന്ന് പറയുമ്പോൾ വന്ന് നോക്കുന്നു, മെനു എഴുതിയെടുത്തുകൊണ്ട് പോകുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഷെഫിനടുത്ത് പോയി പറയുന്നു, ഇതുണ്ടാക്കാൻ പറയുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, നിങ്ങൾക്കും ഷെഫിനും ഓരോ ബെല്ല് തരുന്നു, ഒരു മണിയായിരുന്നു. അതിനുശേഷം നിങ്ങൾ പറയുന്നു, എന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി, ഇതിൽ ഞെക്കിക്കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും അവൈലബിൾ ആണ്. ഷെഫിനോട് പറയുന്നു, നിങ്ങളുടെ ഫുഡ് എപ്പോഴാണ് റെഡിയാവുന്നത് അപ്പോൾ എന്നെ ബില്ലടിക്കുക. അപ്പോൾ എന്ത്, ഇയാളുടെ കയ്യിലൊരു മോണിറ്ററിംഗ് സിസ്റ്റം ഉണ്ട്. അതിനകത്ത് ഏത് ടേബിളിൽ നിന്ന് ആര് വിളിച്ചിരിക്കുന്നു എന്ന് അറിയാൻ പറ്റും. അത് എപ്പോഴാണ് ഷെഫ് വിളിക്കുന്നത്, ഏത് ഓർഡറാണ് റെഡി ആയിരിക്കുന്നുള്ളത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു മോണിറ്ററിംഗ് ബോർഡ് ഉണ്ടെന്ന് വെച്ചോ. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഈ ഓർഡർ എടുത്തിട്ട് പോകുന്നു, ഷെഫിന് കൊണ്ട് കൊടുക്കുന്നു. അപ്പം സമയം എടുക്കുന്ന ഓർഡറാണ്. അപ്പം ഷെഫ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ സമയം കൊണ്ട് ഇയാൾക്ക് എന്ത് ചെയ്യാം, മറ്റുള്ള ടേബിളിലുള്ള കസ്റ്റമേഴ്സിനെയും ഹാൻഡിൽ ചെയ്യാം. ശരിയല്ലേ? അതിനുശേഷം ഷെഫ് പറയുന്നു, ഓർഡർ റെഡി ആയിട്ടുണ്ട്, ഓക്കെ എങ്ങനെ കൊടുക്കൂ. അതിനുശേഷം കസ്റ്റമർ കഴിച്ച് കഴിയുന്നു, ബില്ലെടുത്തോളാൻ പറയുന്നു, ബില്ലെടുക്കുന്നു. അതിനു മുമ്പ് വന്ന സമയത്താണെങ്കിൽ വെള്ളം കുടിക്കാനാണെന്ന് ചോദിക്കുന്നത്. വെള്ളം കുടിക്കാൻ ഷെഫിനടുത്ത് പോകണ്ട, ഇയാളുടെ ഇരിക്കുന്ന ടേബിളിലുള്ള ഗ്ലാസ് എടുത്തിട്ട് വെള്ളം കൊണ്ട് കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ് എഫിഷ്യൻറ്റ്? ഒരു ടേബിളിൽ ഒരു കസ്റ്റമറെ ഹാൻഡിൽ ചെയ്യാൻ ഒരു ജോലിക്കാരെ ഏൽപ്പിക്കലാണോ, ഒരുപാട് ടേബിളിലേക്ക് ഒരു വർക്കറെ ഏൽപ്പിക്കലാണോ നല്ലത്? അതിപ്പോൾ എഫിഷ്യൻസിയുടെ കേസിൽ ഒന്നുമല്ല, റിസോഴ്സ് കൺസംഷൻ. നിങ്ങളുടെ എത്രമാത്രം സാലറി കൊടുക്കണം? ഒരു ടേബിളിൽ ഒരാളെന്ന് പറഞ്ഞാൽ 100 ടേബിളുണ്ടെങ്കിൽ 100 ജോലിക്കാരെ വെക്കുന്നതാണോ, ഒരു 10 ടേബിളിൽ ഒരാളെ ഹാൻഡിൽ ചെയ്യാൻ കൊടുക്കത്തില്ല, 10 ജോലിക്കാരെ വെക്കുന്നതാണോ നല്ലത്? അതുകൂടാതെ ക്ലട്ടർ ചെയ്യുന്ന, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സ്പേസ് വളരെ കുറവാണ്. സ്പേസ് എന്തെങ്കിലും കൂട്ടണം, വലിയ സെർവർ വാങ്ങിക്കണം, വലിയ പറഞ്ഞ സ്പേസുള്ള ഒരു ബിൽഡിംഗ് എടുക്കണം. അതുകൂടാതെ നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോ സമയവും ഈ പറഞ്ഞ ആൾക്കാരെ സ്വിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം, ഞങ്ങൾ ഇന്ന സാധനങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു കൊടുക്കണം. എന്ന് പറയുമ്പോൾ ഈവൻ കോൺടാക്ട് സ്വിച്ചിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് വെച്ചാൽ ഒരാൾ പറയുകയാണ്, ഈ ടേബിളോടൊന്ന് നോക്കിയാൽ ഞങ്ങൾക്ക് സമയമില്ല, മറ്റേ ആളോടൊന്ന് നോക്കിക്കോളാൻ പറയുമ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ആ റിക്വസ്റ്റ് പ്രകാരം മറ്റേ ആൾ ഇനി അയാളുടെ മറ്റേത് ഒഴിവാക്കി വെച്ചിട്ട് ഇങ്ങോട്ട് വരണം എന്ന് പറയുമ്പോൾ, മറ്റേന്ന് പറഞ്ഞാൽ ഓടി നടന്ന് ചെയ്തോളും, അയാൾ എല്ലാ ടേബിളിലും പോയി നോക്കിക്കോളും. പക്ഷേ മറ്റേ ആൾ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന ഒരാളെ വിളിച്ചിട്ട് പറയാം, മറ്റേ ആളോട് നോക്കിക്കോളും എന്ന് പറയുമ്പോൾ ആ ഒരു കോൺടാക്ട് സ്വിച്ചിങ്ങിന് ഒരു ഐഡിയലായിരിക്കുന്ന സാധനത്തെ പിന്നെ കൊണ്ടുവരണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ 2 റെസ്റ്റോറൻറ്റിനും വ്യത്യാസം. ഇത് നിങ്ങൾക്ക് തോന്നുമ്പോൾ എഫിഷ്യൻസി എവിടെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി.
എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ പ്രശ്നങ്ങളിലാണ് എഫിഷ്യൻസി കൂടുതൽ. കാരണം എനിക്ക് സാലറി കുറവ് കൊടുത്താൽ മതി. എനിക്ക് ബുദ്ധിമുട്ടുകളില്ല. വെറുതെ ഇരിക്കുന്ന ഒരുപാട് സമയമുണ്ട്. ആ സമയം ഞാൻ യൂട്ടിലൈസ് ചെയ്യുന്നു. എന്നുവെച്ചാൽ വെറുതെ ഇരിക്കാൻ സമ്മതിക്കുന്നില്ല. മറ്റേടത്താണെങ്കിൽ ഒരുപാട് വെറുതെ ഇരിക്കേണ്ട സമയമുണ്ട്. ഇത് തന്നെയാണ് എൻജിനെക്സിൻ്റെ പോളിസിയും. അത് തന്നെയാണ് ഇവൻറ്റ് ഡ്രിവൺ മോഡലാണ്. എപ്പോഴാണോ നിങ്ങൾ ബെല്ലടിക്കുന്നത് ആ സമയത്ത് മാത്രം വന്നാൽ മതി. അല്ലാത്ത സമയത്ത് നിങ്ങൾക്ക് വേറെ പണികളുണ്ടെങ്കിൽ ആ പണി ചെയ്യാം. കിച്ചണിലുണ്ടെങ്കിൽ കിച്ചണിൽ വർക്ക് ചെയ്യാം. മറ്റേടത്ത് ഇവൻറ്റ് ഡ്രിവൺ അല്ല, അത് പ്രോസസ് ഡ്രിവൺ ആണ്. ഒരു വർക്കർ ഒരു ടേബിളിൽ ഒരു നേരത്തേക്ക് മാത്രം അവൈലബിൾ ആകുക എന്നുള്ളത് മാത്രമാണ് അപ്പാഷയുടെ സിസ്റ്റം. അപ്പോൾ അത് തന്നെയാണ് എൻജിനെക്സിൻ്റെത്. എൻജിനെക്സ് എന്ന് പറഞ്ഞത് ഇവൻറ്റ് ഡ്രിവൺ ആണ്. നിങ്ങൾ എപ്പോഴാണോ ബെല്ലടിക്കുന്നത് ആ സമയത്ത് വരിക. സിൻക്രണസ് ആണ്. ഞാൻ ഒരാളുമായിട്ടും സിൻക്രണസ് ആയിട്ട് നിൽക്കുന്നില്ല. നിങ്ങൾ പല ആൾക്കാർക്കും പല റിക്വസ്റ്റ് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ റിക്വസ്റ്റ് എപ്പോഴാണോ റെഡി ആവുന്ന സമയത്ത് നിങ്ങൾക്ക് സാധനം കൊണ്ട് തന്നാൽ മതി. അതുപോലെ നോൺ ബ്ലോക്കിംഗ് ആർക്കിടെക്ചറാണ്. നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ നിങ്ങളെ വിളിക്കുന്നത്. അതല്ലാതെ നിങ്ങൾ പണിയെടുക്കുന്ന സമയത്ത് വിളിക്കുന്നില്ല. പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഓർഡർ അപ്പുറത്തുകൊണ്ടേ പറഞ്ഞാൽ മാത്രം മതി. ശരിയല്ലേ? പിന്നെ നിങ്ങൾ എന്തിനാണ് പണിയെടുക്കുന്നത്? എന്നുവെച്ചാൽ ഇയാൾ ആക്ട് ചെയ്യേണ്ടത് ആർക്കാണോ പണി കൊടുക്കുന്നത് അയാൾക്ക് പണി കൊടുക്കുക. ഇയാൾ പിന്നെ വന്ന് വെറുതെ ഇരിക്കുക. അതല്ലേ പറഞ്ഞത്? എന്ന് വെച്ചാൽ നോൺ ബ്ലോക്കിംഗ് ആണ്. നിങ്ങൾ അതിനകത്ത് ശരിക്കും വർക്ക് ചെയ്യുന്നൊന്നുമില്ല. ശരിയല്ലേ? അപ്പോൾ എന്നാൽ അപ്പാഷ ചെയ്യുന്നത് പറഞ്ഞാൽ പ്രോസസ് ഓഫ് ത്രെഡ് മോഡലാണ്. എന്ന് വെച്ചാൽ ഒരു പ്രോസസ്സിന് ഒരു കണക്ഷൻ വേണ്ടി അങ്ങ് വിട്ടുകൊടുക്കുക. ഒരു കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ത്രെഡാണ്. എന്താണ് ത്രെഡ് എന്ന് പറഞ്ഞാൽ സ്മാളസ്റ്റ് യൂണിറ്റ് സി പി യുവിനകത്തൊരു സമയം എടുക്കുന്നു. എന്നാൽ നിങ്ങൾ ഒരുപാട് ത്രെഡുകൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അത്രയും പ്രോസസ്സ് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. സി പി ചൂടാവും, സി പി ത്രോട്ടിൽ ചെയ്യും, പെർഫോമൻസ് ഡൗൺ ആകും. സോ എ ത്രെഡ് ഈസ് ബ്ലോക്ക്ഡ് വൈൽ വെയിറ്റിംഗ് ഫോർ എൻ IO. എന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിലൊരു ലോങ് റണ്ണിങ് പ്രോസസ്സാണ്. ഒരു 1 മില്യൺ റെക്കോർഡ്സിൻ്റെ ഒരു പ്രോസസ്സ് ചെയ്യുന്നൊരു എക്സൽ ഷീറ്റ് എടുക്കുന്നൊരു പ്രോസസ്സാണ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ, കണക്ഷൻ വരുന്നതെങ്കിൽ നിങ്ങൾ അതിൻ്റെ റെസ്പോൺസ് വരുന്നവരെ വെയിറ്റ് ചെയ്യണം. ശരിയല്ലേ? ആ റെസ്പോൺസ് കേണലിൽ നിന്ന് തിരിച്ചു കിട്ടുന്നവരെ നിങ്ങൾ വെയിറ്റിംഗ് ആണ്. അത്ര നേരം നിങ്ങളുടെ ത്രെഡ് ബ്ലോക്ക്ഡ് ആണ്. എന്നാൽ നിങ്ങൾ മറ്റുള്ള പണിയൊന്നും ചെയ്യുന്നില്ല. ഓക്കെ, അതുകൊണ്ടാണ് എൻജിനെക്സ് ക്യാൻ ഹാൻഡിൽ തൗസൻഡ്സ് ഓഫ് കണക്ഷൻസ് യൂസിങ് എ വെരി ഫ്യൂ വർക്കേഴ്സ്. എന്ന് വെച്ചാൽ ഈ റെസ്റ്റോറൻറ്റ്സ് കേസ് പറഞ്ഞാൽ ഒരുപാട് പ്രോസസ്സിൻ്റെ കണക്ഷൻസ് എടുക്കാൻ പറ്റും. ഒരു പ്രോസസ്സ് വെച്ചിട്ട് ഒരു വർക്കർ പ്രോസസ്സിന് എന്ത് ചെയ്യാം? ഒരുപാട് കണക്ഷൻസ് അക്സെപ്റ്റ് ചെയ്യാം. ഈച്ച് വർക്കർ ഹാൻഡിൽ മെനി ക്ലയൻസ് കൺകറൻ്റ്ലി യൂസിങ് ഇവൻറ്റ്സ്. എന്നൊക്കെ പറഞ്ഞാൽ ബെല്ലടിക്കൽ ആ ഒരു ഇവൻറ്റ് ബേസ്ഡാണ്. ഇതിനാണെങ്കിൽ ലിനക്സിലൊക്കെ ആണെങ്കിൽ പോൾ എന്ന് പറഞ്ഞൊരു ഇവൻറ്റ് ഡ്രിവൺ സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ് ഈ പറഞ്ഞ കൺകറൻ്റ്ലി എങ്ങനെയാണ് ഇവൻറ്റ് മാനേജ് ചെയ്യുന്നത് ക്ലയൻസിൻ്റെ വർക്കർ. അപ്പോൾ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനകത്തൊന്നും മെയിൻ പ്രോസസ്സാണ്. എന്ന് വെച്ചാൽ നമ്മുടെ എൻജിനെക്സ് മെയിൻ കോൺഫിഗറേഷൻ റീഡ് ചെയ്യുന്നു. അതിനുശേഷം നിങ്ങളുടെ വർക്കേഴ്സിനെ മാനേജ് ചെയ്യുന്നു. ഈ പറഞ്ഞ റീസ്റ്റാർട്ട് ചെയ്യുന്നു കോൺഫിഗറേഷൻ ചേഞ്ച് വരുമ്പോൾ. ഇതാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട് എൻഡിലിരിക്കുന്ന ആ ഒരു മാനേജർ. നിങ്ങൾ വരുന്നു, കസ്റ്റമറെ വിളിച്ചിരുത്തിയതിന് ശേഷം പറയുന്നു ഓക്കെ വർക്കർ ഫ്രീ ആണെങ്കിൽ വന്നിരുന്നോളം പറയും. അതിനുശേഷം വർക്കർ വന്നതിന് ശേഷം ആക്ച്വൽ വർക്ക് ചെയ്യുന്ന അയാളാണ്. അയാൾ മെനുവിൻ്റെ ഓർഡർ എടുത്തതിന് ശേഷം ഷെഫിൻ്റെ അടുത്ത് സംസാരിക്കുന്നു, വെള്ളം വേണമെങ്കിൽ കൊണ്ട് കൊടുക്കുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. എന്നുവെച്ചാൽ അയാളാണ് റിക്വസ്റ്റ് ഹാൻഡിൽ ചെയ്യുന്ന അയാളായിരിക്കും. സ്റ്റാറ്റിക് ഫയൽ എന്ന് പറഞ്ഞാൽ വെള്ളം വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് വെള്ളം നേരെ എടുത്ത് കൊണ്ട് കൊടുത്താൽ മതി. കാരണം അയാളുടെ ഇരിക്കുന്ന സാധനം തന്നെയാണ്. ടേബിൾ ക്ലോത്ത് കൊണ്ട് കൊടുക്കുക, അതൊക്കെ അയാളുടെ ഇരിക്കുന്നത്. അതൊക്കെയാണ് സ്റ്റാറ്റിക് ഫയൽസ് എന്ന് പറഞ്ഞാൽ മാറ്റമില്ലാത്ത ഫയൽസ്. എന്നാൽ നിങ്ങൾക്ക് മാറ്റമുള്ള ഒരു ഫുഡ് കുക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ കുറേ റെസിപ്പീസ് ആഡ് ചെയ്തിട്ട് റണ്ടർ ചെയ്ത് വേണം കൊണ്ടുവരുന്നത്. അത് ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ബാക്കെൻഡിലേക്ക് കൊണ്ട് കൊടുക്കുന്നതാണ് ഈ പറഞ്ഞ റിവേഴ്സ് പ്രോക്സി. മറ്റുള്ള പുറകിലേക്കുള്ള സിസ്റ്റത്തിലേക്ക് കൊണ്ട് കൊടുക്കുന്നു. അതാണ് ഈ റിവേഴ്സ് പ്രോക്സി എന്ന് പറഞ്ഞാൽ. അടുത്ത ഇവൻറ്റ് ബേസ്ഡ് മോഡൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവൻറ്റ് ലൂപ്പിലേക്കാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ നേരത്തെ ബെല്ലടിക്കുക എന്നുള്ള ഒരു പണിയാണ്. അതിനടുത്താണ് ഇപ്പം ഇപ്പോൾ ലിനക്സിലാണെങ്കിൽ KQ ഒക്കെ ആണെങ്കിൽ BSD സിസ്റ്റംസൊക്കെ KQ ആണ്. അതാണ് നമ്മളുടെ ഇവൻ്റ് ആയി എന്ന് പറയുന്നത്. ഷെഫ് റെഡിയായി എന്ന് പറഞ്ഞാൽ ഷെഫ് പറയും റെഡിയായി എന്ന് പറയും. അതാണ് ഇവൻറ്റ്. പിന്നെ മൊഡ്യൂൾസ് എന്ന് പറഞ്ഞാൽ ആഡ് ഫംഗ്ഷനാലിറ്റീസ് ആണ്. നിങ്ങൾ എന്ത് തരം ഫംഗ്ഷനാലിറ്റിയാണ് ആഡ് ചെയ്യുന്നത്? ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ HTTP കാണിച്ചു തന്നു. ഇനി മെയിലിൻ്റെ ഉണ്ട്, SSL ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, GCP ഉണ്ട്, റീറൈറ്റ് ചെയ്യണമെന്നുണ്ട്, പ്രോക്സി, അങ്ങനെ കുറച്ച് പറഞ്ഞല്ലോ നമ്പർ ഓഫ് ആക്സസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ഈ പറഞ്ഞ എൻജിനെക്സ്. അപ്പോൾ ഏത് മൊഡ്യൂൾ വെച്ചിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യണമെന്ന് പറയുന്നത് നിങ്ങൾ അതിനകത്ത് അറ്റാച്ച് ചെയ്യുന്ന മൊഡ്യൂളായിരിക്കും. പിന്നെ നേരത്തെ പറഞ്ഞ ക്യാഷിങ് ആൻഡ് ബഫർ സിസ്റ്റം, മെമ്മറി യൂസേജും കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? കുറച്ച് ഡേറ്റ അവരെന്ത് ക്യാഷ് എന്ന് വെച്ചാൽ വെള്ളം വേണമെന്നാണ് എല്ലാ കസ്റ്റമറും വെള്ളം ചോദിക്കുന്നുണ്ട്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വെള്ളം കുറച്ചെടുത്ത് വെക്കണം. അതാണ് ക്യാഷിങ്. എൻജിനെക്സും അപ്പാഷനും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ഒന്ന് ആർക്കിടെക്ചർ രണ്ടും വ്യത്യാസമാണ്. ഒന്ന് ഇവൻറ്റ് ഡ്രിവണും എസിൻക്രണസുമാണ്. എന്നാൽ മറ്റേത് പ്രോസസ് ഡ്രിവൺ ആണ്. 1 ത്രെഡ് കണക്ഷനാണ്. മറ്റേതെന്നാൽ 1 വർക്കർ മെനി കണക്ഷൻസ് എടുക്കും. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്പേസ് വേണം. അതുകൊണ്ട് CPU മെമ്മറിയും ഒരുപാട് വേണ്ടി വരും. ഇത് ലൈറ്റ് വെയിറ്റ് ആണ്, എഫിഷ്യൻ്റ് ആണ്. സ്റ്റാറ്റിക് കണ്ടൻറ്റ് സ്ലോവർ ആണ്. എന്ന് വെച്ചാൽ വീണ്ടും ത്രെഡിനെ ഉണ്ടാക്കണം, അതിൽ വീണ്ടും സ്ലോ ചെയ്യും. എന്നാൽ ഇതെന്ത് ചെയ്യും? എക്സ്ട്രീംലി ഫാസ്റ്റ് ആണ്. കാരണം
ഈ പറഞ്ഞ എന്താ പറയുക, ഇതിനകത്ത് സെൻഡ് ഫയൽ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. അത് വരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ എൻജിനിക്സ് തന്നെയാണ് ഇതിൻ്റെ സെർവറും. പിന്നെ ഡൈനാമിക് കോണ്ടന്റ് കൊടുക്കുന്നത് നിങ്ങൾക്ക് എംബഡഡ് മൊഡ്യൂൾസ് ഉണ്ട്, മോഡ് PHP പോലുള്ള. അതുപോലെ തന്നെ ഇതിനകത്തുണ്ട് PHP FPM പോലുള്ള, അല്ലെങ്കിൽ പറഞ്ഞ ലിനക്സ് പൈത്തൻ്റെ കേസിലാണെങ്കിൽ പൈത്തൻ്റെ വർക്ക് പ്രോസസ്സിലൊക്കെ പ്രോക്സി ചെയ്യുന്ന പരിപാടി. അപ്പോൾ പ്രോക്സി ചെയ്യുന്നതിലൂടെ അത് ഒഴിവാക്കാം, ഡൈനാമിക് കോണ്ടന്റ് കൊടുക്കാം. ഇതിൽ സെൻട്രലൈസ്ഡ് കോൺഫിഗറേഷൻ ആണ്, വെരി ഫാസ്റ്റ് ആണ്. എന്നാൽ ഇതിൽ ഓരോന്നും HTAccessലൂടെ ഓരോ സെർവർ കോൺഫിഗറേഷനും HTAccess ഫയൽസ് ഉണ്ടാവും, അത് സ്ലോ ചെയ്യും. മെമ്മറി യൂസേജ് മോർ പെർ കണക്ഷൻ, ഇത് മച്ച് ലെസ് ആണ്, ഹൈ പെർഫോമൻസ് ആണ്, ബിൽറ്റ് ഇൻ പവർഫുൾ ആണ്. ഓക്കെ, ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെ. പിന്നെ എന്തുകൊണ്ടാണ് എൻജിനിക്സ് ഇസ് ഓഫൻ ബെറ്റർ ദാൻ അപ്പാഷയേക്കാൾ ബെറ്റർ ആണെന്ന് പറയാനുള്ള കാരണം എന്താണ്? ഒന്ന്, ഞാൻ പറഞ്ഞത് ഹൈ കൺകറൻസി, ഒരുപാട് റിക്വസ്റ്റിനെ കുറച്ച് റിസോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും. രണ്ടാമത് നോൺ ബ്ലോക്കിംഗ് IO, നിങ്ങളുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് ഒരിക്കലും ബ്ലോക്ക് ചെയ്യുന്നില്ല, കാരണം അത് എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വർക്കേഴ്സ് ഡോണ്ട് വെയിറ്റ്, നിങ്ങൾ കാത്തിരിപ്പിക്കുന്നില്ല, നിങ്ങൾ വെറുതെ ഇരിക്കാൻ സമ്മതിക്കുന്നില്ല. എപ്പോഴാണോ ഇവൻറ്റ് വരുന്നത് ആ ഇവൻറ്റിനെ ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾ റെഡി ആയിരിക്കണം. പിന്നെ ലൈറ്റ് വെയിറ്റ് ആൻഡ് സ്കെയിലബിൾ, ചെറിയ മെമ്മറി ഫുട് പ്രിൻറ്റ് മതി. മോഡേൺ മൈക്രോ സർവീസസും കണ്ടേഴ്സിനൊക്കെ വേണ്ടി, കാരണം കണ്ടെയ്നേഴ്സ് ഒരുപാട് സ്പോൺ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഈ പറഞ്ഞ ഇവൻറ്റ്സ് ഉണ്ടാവും. ഇവൻറ്റ്സ് ഉണ്ടാകുന്ന സമയത്ത് ഇതുണ്ടാവും. എന്നുവെച്ചാൽ എൻജിനിക്സ് ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ ഒരുപാട് വെർച്വൽ ഹോസ്റ്റിങ്ങിനൊക്കെ ഏറ്റവും ബെറ്ററാണ് ഈ പറഞ്ഞ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാധനമായത്. മൈക്രോ സർവീസസിന് ഒരുപാട് ഗുണം ചെയ്യും. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു തൗസൻഡ്സ് ഓഫ് വെബ് സർവീസസ് ഒക്കെ റൺ ചെയ്താലും കുഴപ്പമില്ല, കാരണം ഇത് ഇവൻറ്റ് ഡ്രിവൺ ആണ്. എപ്പോഴാണ് ഇവൻറ്റ് വരുന്ന ആ സമയത്ത് മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. റിവേഴ്സ് പ്രോക്സിയും ലോഡ് ബാലൻസ് ആക്ട് ചെയ്യുന്നു. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞാണ്. ഈ പെർഫോമൻസിൻ്റെ കാര്യം ഇത് തന്നെയാണ്. സെക്യൂരിറ്റി ആൻഡ് സിംപ്ലിസിറ്റി ആൻഡ് സെൻട്രൽ കോൺഫിഗറേഷൻ ഉണ്ടായതുകൊണ്ട് ഓക്കെ. എന്നുവെച്ചാൽ മറ്റേന്ന് പറഞ്ഞാൽ ഓരോ HTAccess ഓരോ റിക്വസ്റ്റ് ചെയ്യുമ്പോഴും നമ്മൾ നോക്കണം. എന്നാൽ മറ്റേ ഗ്ലോബൽ കോൺഫിഗറേഷൻ ഉണ്ടായതുകൊണ്ട് ഗ്ലോബൽ കോൺഫിഗറേഷൻ മാത്രം ചെയ്താൽ, എന്ന് വെച്ചാൽ മാസ്റ്റർ തന്നെയായിരിക്കും അതിൻ്റെ കോൺഫിഗറേഷൻ ചെക്ക് ചെയ്യുന്നത്. അപ്പം വർക്കറിന് വേറെ പണിയൊന്നുമില്ല. പിന്നെ നേരത്തെ പറഞ്ഞ ഫീവർ കോണ്ടെക്സ്റ്റ് സ്വിച്ച് എന്നാണ്. എന്ന് വെച്ചാൽ ഒരുപാട് പ്രോസസ്സൊന്നും ഇല്ല, അതുകൊണ്ട് കുറച്ച് പ്രോസസ്സേ ഉള്ളതുകൊണ്ട് കോണ്ടെക്സ്റ്റ് സ്വിച്ച് ചെയ്തതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ CPU-ലാണ് ഈ പറഞ്ഞ ഈ കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് നടക്കുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ ഒരു വർക്കർ ഇങ്ങോട്ട് വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിരുന്നതിനെക്കാട്ടും നല്ലത് കുറച്ച് വർക്കർ പ്രോസസ്സർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോണ്ടെക്സ്റ്റ് ഒരുപാട് സ്വിച്ച് ചെയ്യേണ്ടി വരത്തില്ല. കോണ്ടെക്സ്റ്റ് സ്വിച്ച് എന്ന് പറഞ്ഞാൽ കേണലിൽ ഒരുപാട് എക്സ്പെൻസീവ് ആണെന്ന് വെച്ചാൽ, എക്സ്പെൻസീവ് ഇൻ ദ സെൻസ് റിസോഴ്സ് കൺസപ്ഷൻ ഒരുപാട് കൂടുതലാണ്. ഫീവർ പ്രോസസ്സ് ആണെങ്കിൽ ഫീവർ കോണ്ടെക്സ്റ്റ് സ്വിച്ച് മതി. പിന്നെ ബെറ്റർ ബിഹേവിയർ വിത്ത് സ്ലോ ക്ലയൻസ്. ചില ക്ലയൻസ് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ചില ക്ലയൻസിൻ്റെ പ്രോസസ്സ് ഒരുപാട് കാത്തിരിക്കേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടാവും. ഈ പറഞ്ഞ പോലെ ഒരു ഫ്ലൈറ്റ് ഇന്ന ദിവസത്തേക്ക് ചാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഡേറ്റാബേസിൽ നിന്ന് പോയി സെർച്ച് ചെയ്യാണ്. ആ സെർച്ച് ചെയ്യുന്ന സമയത്തൊക്കെ ബാക്ക് ആൻഡ് സെർവർ ആയിരിക്കും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പക്ഷേ വർക്കറിന് ഒരു പണിയൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു IOക്ക് വേണ്ടിയിട്ട് ഒരുപാട് വെയിറ്റ് ചെയ്യുന്ന സമയത്താണ് നിങ്ങൾ എന്ത് ചെയ്യും, ഒരു വർക്കറിനെ. അപ്പോൾ ഞാൻ പറയണം, ഓക്കെ നിങ്ങൾ അതിന് കാത്തിരിക്കല്ലേ, നിങ്ങൾ മറ്റുള്ള വർക്ക് ഇവിടെ ചെയ്തിട്ട് പോവാ. അപ്പം നിങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് അയാൾ പറയുമല്ലോ, ഇവൻ്റ് ഉണ്ടല്ലോ, ആ ഇവൻ്റ് സമയത്ത് നിങ്ങളുടെ അടുത്ത് പറയും ഈ റെഡിയായെന്ന് പറയുമ്പോൾ അന്നേരം നിങ്ങൾ കൊണ്ടു കൊടുത്താൽ പോരെ. അപ്പോൾ അത്രയും നേരം നിങ്ങൾ വെറുതെ ഇരിക്കേണ്ട, നിങ്ങൾ മറ്റുള്ള വർക്ക് ഇവിടെ ചെയ്തിട്ട് പോവാ എന്ന് പറയുന്ന സാധനമാണ്. സോ ദ വർക്കർ ഓൺലി ആക്ട്സ് വെൻ ദ സോക്കറ്റ് ഇസ് റെഡി. ഇത് എപ്പോഴാണോ കണക്ഷൻ റെഡി, അല്ലെങ്കിൽ ആ ഒരു ഇവൻറ്റ് റെഡി എന്ന് പറഞ്ഞ ഇവൻറ്റ് വരുന്നത്, ആ സമയത്ത് മാത്രമാണ് വർക്കർ പോയി ഇത്തിരി ആ സാധനം എടുത്തുകൊണ്ട് വരുന്നത്. ഓക്കെ, ഇതിലാണ് നമ്മളുടെ വ്യത്യാസം. അതിനുശേഷം നമുക്ക് ഇതൊന്ന് നോക്കാം. ഇതിൻ്റെ ഡയഗ്രമാറ്റിക് ഫ്ലോ ഡയഗ്രാം ഇങ്ങനെയാണ്. ക്ലയൻറ്റ് റിക്വസ്റ്റ് എന്ന് വെച്ചാൽ ഞാനിപ്പോൾ HTTP റിക്വസ്റ്റിലേക്ക് പോകുന്നത് കാണിച്ചു തരാം എന്താണെന്നുള്ളത്. അപ്പോൾ ഞാനൊരു കണക്ഷൻ റിക്വസ്റ്റ് കൊടുക്കുന്നു, ഗെറ്റ് റിക്വസ്റ്റ് കൊടുക്കുന്നു, അതിനുശേഷം മാസ്റ്റർ പറയുന്നു. ഓക്കെ, കോൺഫിഗറേഷൻ നോക്കിയിട്ട് പറയുന്നു എത്ര വർക്കർ ഇടണം ഞാൻ. അപ്പം കോൺഫിഗറേഷൻ നോക്കിയിട്ട് പറയുന്നു ഓക്കെ വർക്കറിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് വർക്കർ എന്ത് ചെയ്യുന്നു, സ്പോൺ ചെയ്യുന്നു, വർക്കറെ ഉണ്ടാക്കുന്നു. ആ വർക്കർ എന്ത് ചെയ്യുന്നു, കണക്ഷൻ ഹാൻഡിൽ ചെയ്യുന്നു. ഇവൻറ്റ് ബേസ്ഡ് ആയിട്ട് അവർ വർക്ക് ചെയ്യുന്നു, ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യുന്നു. അതിനുശേഷം ഏത് മൊഡ്യൂളാണ് കൊടുക്കേണ്ടതെന്നുള്ളത് HTTP മൊഡ്യൂളാണെങ്കിൽ HTTPയിൽ കൊടുക്കുന്നു, മെയിലാണെങ്കിൽ മെയിലിൽ കൊടുക്കുന്നു, അപ്സ്ട്രീം ആണെങ്കിൽ അപ്സ്ട്രീമിൽ കൊടുക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, കേണലിൻ്റെ TCP IP-യും ഫയൽ IO-യും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. എന്ന് വെച്ചാൽ എപ്പോഴാണോ സിസ്റ്റം റെഡിയായി എന്ന് പറയുന്നത് ആ സമയത്തേക്ക് എന്ത് ചെയ്യും, OS കേണലുമായിട്ട് എന്ത് വർക്ക് ചെയ്യുന്നു. ഓൾറൈറ്റ്, അതിനുശേഷം ഹൗ എ റിക്വസ്റ്റ് ഫ്ലോസ് ഇൻ Nginx. എങ്ങനെയാണ് ഒരു Nginxൽ റിക്വസ്റ്റ് ഫ്ലോ ചെയ്യുന്നത് വെച്ചിട്ട്, ഒന്നും ഞാൻ പറഞ്ഞ പോലെ നമ്മളുടെ Nginxൻ്റെ ലിസൺ പോർട്ട് ഉണ്ട്, ഞാൻ നേരത്തെ കാണിച്ചതുപോലെ. ഇപ്പം ഇതിലാണെങ്കിൽ നമ്മുടെ ലിസൺ പോർട്ട് 8080 ഉണ്ട്. 8080 ആണ് നമ്മുടെ ലിസൺ പോർട്ട്. ആ ലിസൺ പോർട്ടിലേക്ക് കണക്ഷൻ വരുന്നു. അതിന് മുമ്പ് തന്നെ നമ്മൾ നെറ്റ്വർക്ക് നോക്കും. നമ്മൾ നേരത്തെ സോക്കറ്റ് സ്റ്റാറ്റസ് ഒക്കെ നോക്കിയതുപോലെ SS-ലേക്ക് വന്നിട്ട് ആ സോക്കറ്റ് ലൈവ് ആണെന്ന് നോക്കുന്നു. -NTLP. അപ്പോൾ ഇവിടെ നോക്കുന്നു, ഓക്കെ സോക്കറ്റ് ലൈവ് ആണ്, ലിസൺ ചെയ്യുന്നുണ്ട്. ആ ലിസൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ TCP IP ലെയർ കഴിഞ്ഞു, അപ്പോൾ കേണലിൻ്റെ റെസ്പോൺസിബിലിറ്റി കഴിഞ്ഞു. അതിനുശേഷം യൂസർ ഡേറ്റയിലേക്ക് വന്നു.
ആ യൂസർ സ്പേസിലിരിക്കുന്നതാണ് എൻജിനെക്സിനകത്ത് നോക്കുന്നു. ഓക്കെ, ലിസണിങ് ഓൺ ദാറ്റ് IP പോർട്ട്. അതിനുശേഷം ഇത് മാസ്റ്റർ പ്രോസസ് ഡെലിഗേറ്റ്സ് ടു വർക്കർ. അപ്പോൾ വർക്കർ ഉണ്ടാക്കുന്ന വർക്കർ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിനുശേഷം വർക്കർ കണ്ട് നോക്കി പോകും അല്ലേ. അപ്പം മാസ്റ്റർ പ്രോസസ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൂട്ടാണ് മാസ്റ്റർ എന്ന് വെച്ചാൽ റൂട്ടായിട്ട് റൺ ചെയ്യുന്ന ഏത് മാസ്റ്റർ പ്രോസസ്സാണ്. വർക്കർ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒരു കസ്റ്റം യൂസർ നെയിമിൽ റൺ ചെയ്യുന്നതാണ് വർക്കർ പ്രോസസ്സ് എന്ന് വെച്ചാൽ ഞാനിപ്പം പ്രോസസ് സ്റ്റാറ്റസ് എടുക്കുകയാണ്. പ്രോസസ് EF-grep. ഇതാണ് നമ്മൾ ലിനക്സ് കമാൻഡ്സ് പഠിക്കണം, നിർബന്ധമാണ്. അതിനുശേഷം എൻജിനെക്സ് എന്ന് പറഞ്ഞ കമാൻഡിലാണ് സെർച്ച് ചെയ്യുന്നു. അപ്പം നമ്മൾ നോക്കുന്നത് റൂട്ട് എന്ന് പറഞ്ഞതിനകത്തൊരു എൻജിനെക്സ് മാസ്റ്റർ പ്രോസസ് റൺ ചെയ്യുന്നുണ്ട്, വിച്ച് ഹാസ് എ പ്രോസസ് ID 2352 വിച്ച് ഇസ് ഡിപ്പെൻഡിങ് ഓൺ ദി പ്രോസസ് ID 1 എന്ന് വെച്ചാൽ റൂട്ട് യൂസർ എന്ന് പറഞ്ഞാൽ 1 ആണ്. അതിനുശേഷം എൻജിനെക്സിൻ്റെ മാസ്റ്റർ പ്രോസസ്സ് എന്ത് ചെയ്യുന്നു, ഒരു വേറൊരു പ്രോസസ് ID ക്രിയേറ്റ് ചെയ്യുന്നു. അതെന്ത് ചെയ്യുന്നു, എൻജിനെക്സ് ആണ്. അതിനുശേഷം പറയുന്നത് മാസ്റ്റർ പ്രോസസ് ആണെന്ന് പറഞ്ഞു കൊടുക്കുന്നു. അതിനുശേഷം www ഡേറ്റ എന്ന് പറഞ്ഞൊരു മറ്റൊരു യൂസറുണ്ട്. ആ യൂസറിൻ്റെ പ്രോസസ് ID 269 ഡിപ്പെൻഡിങ് ഓൺ 2352 എന്ന് വെച്ചാൽ മാസ്റ്ററെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു കേട്ടോ. ആ ഡിപ്പെൻഡ് ചെയ്യുന്നത് പറഞ്ഞു ഇത് വർക്കർ പ്രോസസ്സ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. എന്ന് വെച്ചാൽ ഈ ഒരു കേസിലാണെങ്കിൽ 1 വർക്കർ പ്രോസസ്സ് മാത്രമേ ഉള്ളൂ. കാരണം എനിക്ക് ഒരുപാട് കണക്ഷൻസ് ഒന്നുമില്ല, അപ്പോൾ സ്പോൺ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് തന്നെ ഒരു 10,000-ഓളം കണക്ഷൻസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന വർക്കർ പ്രോസസ്സാണ്. അതെങ്ങനെയാണ് വന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എന്ത് ചെയ്യുന്നു, വർക്കർ പ്രോസസ്സ് ഡെലിഗലി നമുക്ക് വർക്കറിലേക്ക് പണി കൊടുക്കുന്നു, പണി ചെയ്യാൻ കൊടുക്കും. അപ്പോൾ വർക്കർ എന്ത് ചെയ്യുന്നു, മാസ്റ്റർക്ക് റെസ്പോൺസ് കൊടുക്കുന്നു, മാസ്റ്റർ എന്ത് തിരിച്ച് ക്ലയൻസിന് കൊടുക്കുന്നു. അപ്പോൾ വർക്കർ യൂസസ് ഇവൻറ്റ് ലൂപ്പ് ടു ഡ്രീവ് റിക്വസ്റ്റ് എന്ന് വെച്ചാൽ എപ്പോഴും അത് റെഡി ആയിട്ടിരിക്കുന്നു കണക്ഷൻ എടുക്കാൻ. എപ്പോഴാണെന്ന് വെച്ചാൽ ഇവൻറ്റ് ഉണ്ടാകാൻ വേണ്ടി കാത്തിരിക്കുന്നു. അവൻ ഇവൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, ഒരു HTTP റിക്വസ്റ്റ് വരുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, സെർവർ ബ്ലോക്കിലേക്ക് പോകുന്നു. സെർവറിൽ നമ്മൾ ഡൊമൈൻ നെയിം പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, അതിനകത്ത് ഡോക്യുമെൻറ്റ് റൂട്ട് പറഞ്ഞിട്ടുണ്ടാവും, ലൊക്കേഷൻ പാത്ത് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുന്നു, സെർവർ ബ്ലോക്കിനകത്ത് ലൊക്കേഷൻ പാത്ത് ഉണ്ട്, ആ ലൊക്കേഷൻ പാത്തിലേക്ക് പോകുന്നു. അതിനുശേഷം ആ ലൊക്കേഷൻ എന്താണ് കൊടുക്കേണ്ടതെന്ന് കാണിച്ചു കൊടുക്കുന്നു. അതിനുശേഷം അത് ബാക്കെൻഡിലേക്ക് ഷെഫിലേക്ക് പോകേണ്ടതാണെങ്കിൽ അത് ബാക്കെൻഡിലേക്ക് കൊടുക്കുന്നു. ബാക്കെൻഡിലേക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇത് റിവേഴ്സ് പ്രോക്സി ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സെർവറിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്, റിവേഴ്സ് പ്രോക്സി ചെയ്യുന്നു. അത് പൈത്തൺ ആണെങ്കിൽ അല്ലെങ്കിൽ PHP ആണെങ്കിൽ PHP പ്രോസസ്സിലേക്ക് കൊടുക്കുന്നു. അത് അതിനുശേഷം അത് തരുന്ന റെസ്പോൺസ് എന്താണെന്നോ മാസ്റ്റർ പ്രോസസ്സിൽ നിന്ന് ക്ലയൻറ്റിലേക്ക് തിരിച്ചു കൊടുക്കുന്നു. അതൊന്നുകൂടെ നോക്കാം. സോ ഡീഫോൾട്ട് കോൺഫിഗറേഷൻ നേരത്തെ പറഞ്ഞു, സെർവർ ബ്ലോക്ക് ഉണ്ട്, സെർവർ ബ്ലോക്കിനകത്ത് പോർട്ട് നമ്പർ ഉണ്ട്, ലിസൺ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞു സെർവർ നെയിം ഉണ്ട്, സെർവർ ബ്ലോക്ക് ഉണ്ട്, അതിനുശേഷം ഡോക്യുമെൻറ്റ് റൂട്ട് ഉണ്ട്. ഏത് സെർവറാണോ വരുന്നത് അതിനനുസരിച്ച് ലൊക്കേഷൻ ബ്ലോക്ക് ഉണ്ട്. ഇതിനകത്താണെങ്കിൽ സ്ലാഷ് എന്ന് പറഞ്ഞ ലൊക്കേഷനാണ്, ബൈ ഡിഫോൾട്ടാണ്. അങ്ങനെയാണെങ്കിൽ സ്ലാഷ് വിളിച്ചാൽ 404 കൊടുക്കണം. അതാണ് പറഞ്ഞു കൊടുക്കുന്നത്. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ആദ്യം ട്രൈ ഫയൽസ് കൊടുക്കുന്നു. ഫയൽസ് ചെയ്ത HTML-നകത്തൊന്നും ഇല്ലെങ്കിലാണ് ഈ പറഞ്ഞ 404 കൊടുക്കുക. അവസാനത്തെ കണക്ഷനാണ്. അതിനുശേഷം എന്ത് ചെയ്യുന്നു, രണ്ടാമത് ഞാൻ പറയുന്നു എൻജിനെക്സ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതെങ്ങനെയാണ് വന്നത് ഞാൻ പിന്നെ പറഞ്ഞു, മൊഡ്യൂൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നതാണ്. അതേപോലെ രണ്ടാമത്തെ കേസിലാണെങ്കിൽ ഇതുപോലെ സെർവർ നെയിം ഉണ്ട്, example.com ആണ്. അതിനുശേഷം index.html ഉണ്ട്. അതിനുശേഷം മറ്റൊരു ലൊക്കേഷൻ ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ ഇതെന്ത് ചെയ്തു, ഇതെന്ന് പറഞ്ഞാൽ സെർവർ ബ്ലോക്കാണ്. അതിവിടെ എത്തി. അതിനുശേഷം ഈ പറഞ്ഞ വർക്കറിൻ്റെ ഡിഫോൾട്ട് വാല്യൂ ചെക്ക് ചെയ്യണ്ടേ, മനസ്സിൽ എവിടെയാണ് നോക്കേണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ ഒരു കോൺഫിഗറേഷൻ ചെക്ക് ചെയ്യും. ആ ചെക്ക് ചെയ്യുന്ന സാധനം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് മാസ്റ്റർ പ്രോസസ്സ് എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ആദ്യം ചെയ്യുന്നത് nginx.c റീഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷമാണ് വർക്കർ ഇടുക അല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, nginx കോൺഫിഗറിലേക്ക് പോകുന്നു, cat etc nginx.com എന്ന് വെച്ചാൽ ക്യാറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിനകത്ത് തുടങ്ങുന്ന എവിടെയാണെന്ന് വെച്ചാൽ ഇവിടെ നിന്നാണ് റീഡ് ചെയ്യുക. ഓക്കെ, തുടങ്ങുന്ന എവിടെ വെച്ച് നാളെ പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞു മാസ്റ്റർ പ്രോസസ്സ് റൂട്ടാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് nginx ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ റൂട്ട് പെർമിഷൻ വേണ്ടി വരുന്നത്. എപ്പോഴും nginxൻ്റെ കോൺഫിഗറേഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ റൂട്ട് പെർമിഷൻ വരുന്നത് കാരണം എന്താണ്, മാസ്റ്റർ പ്രോസസ്സ് റൂട്ട് പെർമിഷനാണ്. എന്ന് വെച്ചാൽ റൂട്ടാണ് മാസ്റ്റർ. എന്നാൽ വർക്കർ പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ മസ്റ്റൊരു കസ്റ്റം ഡേറ്റ യൂസറെ ഉണ്ടാക്കുന്നത്. അത് www ഡേറ്റ ആക്കാം, nginx ആവാം, HTTP ആവാം, എന്തും ആവാം. എന്ന് വെച്ചാൽ ഇത് കസ്റ്റം പ്രോസസ്സ് റൺ ചെയ്യുന്നത് എപ്പോഴും കസ്റ്റം യൂസറായിട്ടായിരിക്കും. എന്ന് വെച്ചാൽ ഇതിന് പ്രിവിലേജ് കുറവായിരിക്കും. അതിനുശേഷം പറയുന്നു വർക്കർ പ്രോസസ്സ് എങ്ങനെയാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എടുക്കണം. എങ്ങനെയാണ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ CPU-ൻ്റെ ത്രെഡ് അനുസരിച്ച്, കോർ എത്രയുണ്ടെന്നനുസരിച്ചിട്ടാണ് സിസ്റ്റം ഓട്ടോമാറ്റിക്കലി എടുക്കുന്നത്. നമുക്കിത് വേണമെങ്കിൽ മാനുവലി കൊടുക്കാം, 4, 5 എന്നൊക്കെ കൊടുക്കാം. അതിലും നല്ലത് എപ്പോഴും ഓട്ടോമാറ്റിക്കലി nginx ഡിറ്റക്ട് ചെയ്തിട്ട്, എന്ന് വെച്ചാൽ nginx ചെയ്യുന്നതെന്ന് വെച്ചാൽ എത്രമാത്രം CPU ഉണ്ട്, CPU-ൻ്റെ കോർ എത്രയാണ്, അതിനകത്ത് എത്ര ത്രെഡ് ഉണ്ട്, ഹൈപ്പർ ത്രെഡിങ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കിയതിന് ശേഷം അത് ഒരു വാല്യൂ അസൈൻ ചെയ്യലാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു എനിക്കൊരു സിംഗിൾ പ്രോസസ്സ് മാത്രമേ ഇട്ട് തന്നിട്ടുള്ളൂ. ഞാനത് മാറ്റി കൊടുക്കുകയാണെങ്കിൽ 4 വർക്കർ പ്രോസസ്സ് ഇടും. ഞാനൊന്ന് ചെയ്ത് നോക്കാം, ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ലെറ്റ് മീ ഗിവ് ഇറ്റ് എ ട്രൈ. നേരത്തെ ഞാൻ കാണിച്ചു
പ്രോസസ് -ef grep nginx അല്ലേ? ഒരു വർക്ക് പ്രോസസ്സല്ലേ ഉള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനൊന്ന് മാറ്റി നോക്കുവാണ്. sudo v etc nginx.conf. അപ്പോൾ ഇതിനകത്ത് ഞാൻ പറയുകയാണ് വർക്ക് പ്രോസസ്സ് എന്താവണം, 4 വർക്ക് പ്രോസസ്സ് തരണം. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, എപ്പോഴും നോക്കേണ്ടത് ഒരു കാര്യം, ഇതിൻ്റെ കോൺഫിഗറേഷൻ നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്തതിന് മുമ്പ് ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ അതിൻ്റെ എന്ത് ചെയ്യേണ്ടത്, ഇതിൻ്റെ കോൺഫിഗറേഷൻ കറക്റ്റാണോ നോക്കണം. ഓക്കെ, അപ്പോൾ എൻജിനെക്സിനകത്ത് കോൺഫിഗറേഷൻ കറക്റ്റാണോ നോക്കുന്നൊരു ഫ്ലാഗാണ് -t. ഡു നോട്ട് റൺ, ജസ്റ്റ് ടെസ്റ്റ് ദി കോൺഫിഗറേഷൻ ഫയൽ. അപ്പോൾ ഞാൻ പറയുകയാണ് sudo nginx -t. ഓക്കെ, സിൻടാക്സ് ഈസ് ഓക്കെ ആൻഡ് ദ കോൺഫിഗറേഷൻ ടെസ്റ്റ് സക്സസ് എന്ന് വെച്ചാൽ എൻ്റെ കോൺഫിഗറേഷനിൽ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. സോ ഇറ്റ് വർക്ക്സ്. അപ്പോൾ ഞാൻ പറയുകയാണ് sudo nginx systemctl reload nginx. അപ്പോൾ എന്താ സിസ്റ്റം nginx റീലോഡ് ചെയ്തു, സ്റ്റാറ്റസ് റണ്ണിങ് ആണ്. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, നേരത്തെ പറഞ്ഞ പോലെ ps -ef grep nginx. നോക്കിക്കോ, ഒരു മാസ്റ്ററും 1 2 3 4 വർക്ക് പ്രോസസ്സും. കാരണം ഞാൻ എന്ത് ചെയ്തു, സിസ്റ്റത്തോട് പറഞ്ഞു കൊടുക്കുകയാണ് വർക്ക്. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് അത്രയും ആവശ്യമില്ല. എൻ്റെ സെർവറിന് അത്ര ലോഡില്ലെങ്കിൽ ഞാൻ വെറുതെ എന്തിനാണ് വർക്ക് റെസ്പോണ്ട് ചെയ്തിട്ട് ഈ പറഞ്ഞ കോൺടാക്ട് സ്വിച്ചിനുള്ള അവസരം കൊടുക്കുന്നത്. ലെസ് പ്രോസസ്, കോൺടാക്ട് സ്വിച്ച് കുറവാണെങ്കിൽ നിങ്ങളുടെ കേർണലിൻ്റെ IO കുറവായിരിക്കും. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ പെർഫോമൻസ് കൂടുതലായിരിക്കും. അപ്പം ഞാൻ അങ്ങനെ ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് എപ്പോഴും ചെയ്യേണ്ടത് നിങ്ങളുടെ nginx കോൺഫിഗറേഷൻ എപ്പോഴും ഓട്ടോയിലേക്ക് ഇടുക. 4 എന്ന് മാറ്റിയതിന് ശേഷം ഓട്ടോയിലേക്ക് ഇടുന്നു. അതിനുശേഷം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്തോട്ടെ. അതല്ലേ നല്ലത്, അതല്ലേ ഹീറോയിസം. അപ്പം ഞാൻ വീണ്ടും ഇതിലേക്ക് വരുന്നു, പ്രോസസ് സ്റ്റാറ്റസ് എടുത്ത് നോക്കുന്നു. only one വർക്ക് പ്രോസസ്സ് എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങളുടെ CPU-ൻ്റെ ആവശ്യം അനുസരിച്ച് പ്രോസസ്സിൻ്റെ കണക്ഷൻ അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇതൊരു ഓക്കെ അല്ലേ? അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു മെയിൻ നോക്കുന്നു, അതിനുശേഷമാണ് വർക്കർ ഉണ്ടാക്കുന്നത്, അതിനുശേഷമാണ് വർക്കർ നോട്ട്സാണ് എങ്ങനെയാണ് ഇതിനെ ഹാൻഡിൽ ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാക്കുന്നത്. അത് വർക്കർ പ്രോട്ട്സ് എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ എപ്പോഴും ഗ്രേസ്ഫുള്ളി റീലോഡ് ചെയ്യണം, മാറ്റം വരുത്തി കഴിഞ്ഞാൽ കേട്ടോ. എന്ന് വെച്ചാൽ റീലോഡ് ചെയ്താൽ മതി, റീസ്റ്റാർട്ട് ചെയ്യേണ്ട. ആക്ച്വൽ വർക്ക് ചെയ്യുന്നത് വർക്കർ പ്രോസസ്സാണ്, ഹാൻഡിൽ റിക്വസ്റ്റ് ചെയ്യുന്നത് അതൊക്കെയാണ്, പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇപ്പം ഞാനിപ്പോൾ nginx ഓക്കെ, അപ്പോൾ nginx കോൺഫിലേക്ക് വരുന്നു, വർക്കർ പ്രോസസ്സ് ഉണ്ടെന്ന് പറഞ്ഞു, അതിൻ്റെ nginxൻ്റെ പ്രോസസ് ID എവിടെ സ്റ്റോർ ചെയ്യുന്നു പറഞ്ഞു കൊടുക്കുന്നു, എറർ ലോഡ് എവിടെയാണെന്ന് പറഞ്ഞു കൊടുക്കുന്നു, പിന്നെ ഇതിനകത്ത് നിന്ന് മൊഡ്യൂൾസ് എവിടെ നിന്ന് വരണം എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് മൊഡ്യൂൾസ് ഒന്നുമില്ല. അതിനുശേഷം പറയുന്നു ഒരു വർക്കർ എത്ര കണക്ഷൻസ് ഹാൻഡിൽ ചെയ്യാം, അങ്ങനെയാണ് തോന്നുന്നു. വർക്കർ കണക്ഷൻസ് 768 കണക്ഷൻസ് വരെ ഹാൻഡിൽ ചെയ്യാം. ഞാൻ ChatGPT ചോദിച്ചു നോക്കട്ടെ. worker underscore connection 768 means 768 connections. പെട്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, എക്സലൻറ്റ്, യു ആർ തിങ്കിങ് അബൌട്ട് ദ റൈറ്റ് വേ. അത് ഓഫ്റ്റൻ മിസ്അണ്ടർസ്റ്റുഡ് ഇതെന്ന് പറഞ്ഞാൽ, കാരണം വെച്ചാൽ nginxനകത്ത് ഇതെന്ന് പറഞ്ഞാൽ ഈ പ്രോസസ് ക്യാൻ ഹാൻഡിൽ അപ് ടു 768 simultaneous connections. So if you have multiple workers, total number of connections, അതായത് ഇതിൻ്റെ ഇക്വേഷൻ ടോട്ടൽ മാക്സിമം നമ്പർ ഓഫ് കണക്ഷൻസ് എന്ന് പറഞ്ഞത് വർക്കർ പ്രോസസ് മൾട്ടിപ്ലൈഡ് ബൈ വർക്കർ കണക്ഷൻസ് എന്നാണ്. എന്നുവെച്ചാൽ ഇപ്പോൾ 4 വർക്കർ പ്രോസസ്സ് ഉണ്ടെങ്കിൽ 768 എൻ്റെ വർക്കർ പ്രോസസ് കണക്ഷൻസ് എങ്കിൽ എൻ്റെ ടോട്ടൽ കണക്ഷൻ എന്ന് പറഞ്ഞാൽ 3072 കണക്ഷൻസ് വരാം. 3072 കണക്ഷൻസ്. ഓക്കെ, എന്നുവെച്ചാൽ 1 കണക്ഷൻ 1 ക്ലയൻറ്റ് അല്ല, അതാണ് nginxൻ്റെ പോളിസി. എന്നുവെച്ചാൽ ഇതെന്ന് പറഞ്ഞാൽ ഒരു വർക്കർ ഹാൻഡിൽ ചെയ്യുന്ന കണക്ഷനാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ 1 ഉള്ളൂ, അപ്പോൾ 768 കണക്ഷൻസ് വരെ ഇതിനകത്ത് പോകും. എന്ന് വെച്ചാൽ കണക്ഷൻസ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഇവൻ്റാണ്. ഇവൻറ്റ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പണിയിരുന്നു. എന്ന് വെച്ചാൽ ഭയങ്കര ഫാസ്റ്റാണെന്ന് ഈ പറഞ്ഞ ഒരു സാധനം. എന്നോട് കാര്യം ചോദിച്ചു ഞാൻ തിരിച്ചു പറയാൻ എന്ത് സമയമുണ്ട്, അത്ര സമയമുള്ളൂ. അതാണ് ഒരു കണക്ഷൻ എന്ന് പറഞ്ഞത്. അതിനുശേഷം HTTP പ്രോട്ടോക്കോളിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ സെർവർ ബ്ലോക്കുകളും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് സെർവർ ബ്ലോക്ക് പിന്നീട് വരുന്നതിൻ്റെ കാര്യം ഡെലിഗേറ്റ്സ് വർക്കർ യൂസേഴ്സ് വർക്കർ. അതിനുശേഷം സെർവർ ബ്ലോക്ക് നോക്കുന്നതിൻ്റെ കാര്യം അത് HTTP ആണെങ്കിൽ മാത്രമാണ്. പിന്നെയാണ് HTTP സെർവർ ആണെങ്കിൽ പിന്നെ ലൊക്കേഷൻ ബ്ലോക്ക് ഉണ്ടാവും, അതിനുശേഷം റിവേഴ്സ് പ്രോക്സി ഉണ്ടാവും, അതങ്ങനെ പോകും. ഓക്കെ, എൻ്റെ സെർവറിൻ്റെ കോൺഫിഗറേഷൻ കാണിച്ചു തരുന്നില്ല. അതിനകത്താണെങ്കിൽ ഈ പറഞ്ഞ PHP ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ കാണിച്ചു തരായിരുന്നു. അപ്പം എന്ത് ചെയ്തു, HTTPയിൽ വന്നപ്പോഴാണ് പറയുന്നത് നമ്മളുടെ കോൺഫിഗറേഷൻ കിടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈറ്റ്സ് എനേബിൾഡ് ആണെന്ന് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ സൈറ്റ്സ് എനേബിളിൻ്റെ ഫയലിലേക്ക് പോകുന്നു. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്തു അതിൻ്റെ കോൺഫിഗറേഷൻ സെറ്റ് ചെയ്തത്.
sudo etc nginx sites enabled default. അപ്പോൾ അവിടെ വന്നപ്പോഴാണ് നമുക്ക് സെർവർ ബ്ലോക്ക് കിട്ടിയത്. അതിനകത്ത് എന്ത് ചെയ്തു, ലൊക്കേഷൻ ബ്ലോക്ക് ഉള്ളത്. അപ്പോൾ ഡയറക്റ്റീവിനെ കുറിച്ച് ഞാൻ പറയുന്നത് എങ്ങനെയാണ് ഒരു സെർവറിൻ്റെ ഡയറക്റ്റീവ് HTTP ഡയറക്റ്റീവ് എങ്ങനെ ആക്കണം, എങ്ങനെയാണ് nginxൻ്റെ ഡയറക്റ്റീവ് സെറ്റ് ചെയ്തേക്കുന്നത്, അങ്ങനെയൊക്കെ നോക്കണം. അപ്പോൾ ഇതിനകത്ത് ഞാനൊരു മൊഡ്യൂളിനെ ഒരു ലൊക്കേഷൻ ബ്ലോക്ക് ആഡ് ചെയ്തു. എന്ന് വെച്ചാൽ ലൊക്കേഷൻ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എൻ പോയിൻ്റ് ആണ്. സ്ലാഷ് വെച്ച് എഴുതുന്ന എന്തും എൻ പോയിൻറ്റ്സ് ആണ്. ബൈ ഡിഫോൾട്ട് സ്ലാഷ് ആയതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും സ്ലാഷ് ഇടുന്നത്. ഇത് എപ്പോഴും നിർബന്ധമാണ്, കാരണം ഒരു സെർവറിന് എപ്പോഴും സ്ലാഷ് ഉണ്ട്. അപ്പോൾ ഞാൻ nginxൻ്റെ സ്റ്റാറ്റസ് നോക്കാൻ വേണ്ടിയിട്ടാണ്. അതിനകത്ത് നമുക്ക് എൻ്റെ സ്റ്റബ് സ്റ്റാറ്റസ് എന്ന് വെച്ചാൽ എൻ്റെ കണക്ഷൻ സ്റ്റാറ്റസ് നോക്കാനൊക്കെ പറ്റും nginxൻ്റെ. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ചെയ്യുന്നത് എൻ്റെ ഒരു മൊഡ്യൂൾ എനേബിൾ ചെയ്തിട്ടുണ്ടോ നോക്കും. അതിൻ്റെ ഒരു മൊഡ്യൂളിൻ്റെ പേര് എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ്. എന്ന് വെച്ചാൽ വിത്ത് HTTP സ്റ്റബ് സ്റ്റാറ്റസ് മൊഡ്യൂൾ. എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങൾക്ക് മൊഡ്യൂളാണ്, എന്നാൽ എല്ലാ മൊഡ്യൂളും ഇതിനകത്ത് ഇൻബിൽറ്റ് ആണ്. നിങ്ങളുടെ ഈ മൊഡ്യൂൾ ഇതിങ്ങനെ റൺ ചെയ്യുന്ന സമയത്ത് നിങ്ങളിത് കാണുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, nginxൻ്റെ സോഴ്സ് കോഡിനെ നിങ്ങൾ റീകമ്പൈൽ ചെയ്യണം. എന്ന് വെച്ചാൽ നിങ്ങൾ ഇതിനകത്ത് പറഞ്ഞു കൊടുക്കണം ഇതുകൂടെ ഒന്ന് എനേബിൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ടൊരു ഫ്ലാഗ് കൊടുത്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യണം, അതിനെ എനേബിൾ ചെയ്യണം. ഇത് കണ്ടില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ എൻ്റെ അപ്പം ബൈ ഡിഫോൾട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന എല്ലാ സാധനത്തിനും ഇത് മൊഡ്യൂൾ എനേബിൾ ആണ്. അപ്പോൾ ഈ എനേബിൾ ചെയ്തേക്കുന്ന സാധനത്തെ നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രം. അപ്പോൾ നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ പറഞ്ഞ nginxൻ്റെ എൻ്റെ ഡിഫോൾട്ട് കോൺഫിഗറേഷനകത്ത് സെർവറിനകത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് /nginx സ്റ്റാറ്റസ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, എൻ്റെ സ്റ്റബ് സ്റ്റാറ്റസ് എനേബിൾ ചെയ്യണം. എല്ലാ കണക്ഷനും അലോ ചെയ്യണം. ഡിനേ എന്ന് വെച്ചാൽ ബൈ ഡിഫോൾട്ട് എല്ലാം ഡിനേ ആയിരിക്കും. ഇപ്പോൾ ഡിനേ സ്റ്റേറ്റ്മെൻറ്റ് വാല്യൂ ഇല്ല. എന്നാൽ നിങ്ങൾക്ക് സ്പെസിഫിക് കണക്ഷൻ മാത്രം, അത് ഞാൻ കാണിച്ചില്ല എങ്ങനെയാണ് സ്പെസിഫിക് കണക്ഷൻ എനേബിൾ ചെയ്യാന്നുള്ളത്. അപ്പം ഞാനത് ഓൾറെഡി എനേബിൾ ചെയ്യാണ്, എൻ്റെ സർവീസ് റണ്ണിങ് ആണ്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ സിസ്റ്റം സ്റ്റാറ്റസിലേക്ക് പോകുന്നു. അതിനുശേഷം എൻ്റെ സെർവറിനകത്ത് പറയുന്നു nginx_ സ്റ്റാറ്റസ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ടോട്ടൽ ആക്റ്റീവ് കണക്ഷൻസിനെ കാണാം. അപ്പോൾ കണ്ടോ, നിങ്ങളുടെ ടോട്ടൽ ആക്റ്റീവ് കണക്ഷൻ 2 ആണ്. അതിനകത്ത് എന്ത് ചെയ്യും, സെർവർ അക്സെപ്റ്റ് ചെയ്ത കണക്ഷൻ 30. ഞാൻ ടോട്ടൽ ഇത് റൺ ചെയ്ത് മുതലുള്ള കണക്ഷനാണ് പറഞ്ഞത്. 39 കണക്ഷൻ ഞാൻ എടുത്തു, 39 എണ്ണവും ഞാൻ കൊടുത്തു. എന്ന് വെച്ചാൽ എത്രയാണ് ഫുൾഫിൽ ചെയ്യാറുണ്ട്, എന്ന് വെച്ചാൽ എത്രയാണോ നിങ്ങളുടെ ലിമിറ്റ് അതിനനുസരിച്ച് ലിമിറ്റ് ചെയ്യാറുണ്ട്. എന്ന് വെച്ചാൽ അക്സെപ്റ്റ് ചെയ്യുന്ന ലിമിറ്റ് ഉണ്ട്. അതിനുശേഷം റിക്വസ്റ്റ് പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്രയാണ്, അങ്ങനെ തന്നെയല്ലേ റിക്വസ്റ്റ് എന്നുള്ളത് എൻ്റെ അർത്ഥം. ടോട്ടൽ റിക്വസ്റ്റ് പ്രോസസ്ഡ് എത്രയാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ള കണക്ഷൻ, ടോട്ടൽ എത്രയാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇപ്പം ഞാനിവിടെ ഒരു പുതിയ കണക്ഷൻ എടുക്കുകയാണ് 13. അപ്പം പുതിയൊരു കണക്ഷനോട് വന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇപ്പം 43 ആണെങ്കിൽ ഞാൻ റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ 45 ആയി. വീണ്ടും എന്ത് കണക്ഷൻ കൂടി. അപ്പം ഞാൻ വീണ്ടും ഒരു കണക്ഷൻ ഇതെന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ കണക്ഷനാണ്. ഇത് വേറൊരു കണക്ഷൻ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എന്താ കണക്ഷൻ കൂടുന്നുണ്ടോ നോക്കാം. അപ്പോൾ കണക്ഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നമ്പർ ഓഫ് കണക്ഷൻസ് കൗണ്ട് കൂടിക്കൊണ്ടിരിക്കുന്നു. കാരണം ഓരോ സമയവും ഞാൻ റീലോഡ് ചെയ്യുന്ന സമയത്ത് ഇതും സെർവർ കണക്ഷൻ ആണെന്ന് മനസ്സിലാക്കുക. കാരണം എൻ്റെ സെർവർ തന്നെയാണ് റൺ ചെയ്യുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് സെർവർ റൺ ചെയ്യണം സ്റ്റാറ്റസ് ചെയ്യാൻ വേണ്ടി മാത്രം. എന്ന് വെച്ചാൽ ഇതൊരു കണക്ഷനാണ്, ഇതൊരു കണക്ഷനാണ്. എന്ന് വെച്ചാൽ മാക്സിമം നമ്പർ ഓഫ് കണക്ഷൻസ് ഇപ്പം 2 ആയി. എന്ന് വെച്ചാൽ നമ്പർ ഓഫ് കണക്ഷൻ റിക്വസ്റ്റ് ചെയ്യുന്ന കണക്ഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ എൻ്റെ വേറൊരു IP അഡ്രസ് ഞാൻ വേറൊരു ബ്രൗസർ എന്ന് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത് നോക്കട്ടെ. കണക്ഷൻ 13.233.117.51:80. അപ്പം ഞാൻ അതിന് മുമ്പ് ഇതിൽ നിന്ന് എടുത്ത് വെക്കാം. അപ്പോൾ ഇവിടെ കാണുന്ന വാല്യൂ ഞാൻ റൺ ചെയ്യാണ്. 151 ആയിരുന്നു, സോറി, ഞാൻ IP അഡ്രസ് മാറിപ്പോയി. അപ്പോൾ ഞാൻ പുതിയൊരു കണക്ഷൻ അവിടെ നിന്ന് എനേബിൾ ചെയ്തിട്ടുണ്ട് വേറെ ബ്രൗസറിൽ നിന്ന്. കണക്ഷൻ നമ്പർ ഓഫ് കണക്ഷൻ 4 ആയി. മനസ്സിലായോ? എന്നുവെച്ചാൽ 1, 2, 3 ഞാൻ അപ്പുറത്തെ ബ്രൗസറിൽ നിന്ന് എടുക്കുന്നു. അതിനുശേഷം മറ്റൊരു കണക്ഷനായി ഞാൻ മറ്റൊരു കണക്ഷൻ ഓപ്പൺ ചെയ്യുന്നു. 13.151 മറ്റൊരു കണക്ഷൻ ഓപ്പൺ ചെയ്തു. സെയിം ബ്രൗസർ ആയതുകൊണ്ടായിരിക്കും ഒരേ കണക്ഷൻസ്. അത് ബ്രൗസറിൻ്റെ ഫീച്ചർ ആയിരിക്കാം. എന്നാലും ഞാൻ ഒരു ഇൻകോഗ്നിറ്റോ ഒന്ന് എടുത്ത് നോക്കട്ടെ. 13. അപ്പോൾ ഇത് ഇപ്പോൾ എത്ര വരുന്നത് നോക്കട്ടെ. ഓക്കെ, കണക്ഷൻ ഒന്ന് ടെർമിനേറ്റ് ആയി, മറ്റൊരു കണക്ഷൻ ആക്റ്റീവ് ആയി. എന്ന് വെച്ചാൽ 3 ആയി. എന്ന് വെച്ചാൽ കണ്ടോ, നമ്പർ ഓഫ് സെർവർ അക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് റിക്വസ്റ്റ് ഒക്കെ കൂടിയാണ്ടോ. എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. എന്ന് വെച്ചാൽ 768 ഇനിയും കിടക്കുകയാണ്, കുറേ അപ്പുറത്താണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഇപ്പം നോക്കട്ടെ, ഇപ്പോൾ 768 കണക്ഷൻസ് വെച്ചിട്ട് എത്ര റിക്വസ്റ്റ് ഹാൻഡിൽ വരുന്നത്. വിത്ത് 768 and 1 worker process, how much traffic
ഡസ് ദിസ് അക്സെപ്റ്റ്? അതുകൂടെ നോക്കണമല്ലോ. എക്സലന്റ്, ദിസ് ഇസ് റൈറ്റ് കൈൻഡ് ഓഫ് ആസ്ക് ക്വസ്റ്റ്യൻ ടു ആസ്ക് എന്ന് വെച്ചാൽ ചോദ്യം ചോദിക്കാനും പഠിക്കുക. അതാണ് ഞാൻ നോക്കുന്നത്. നിങ്ങൾ ഹൗ ടു ആസ്ക് എ ക്വസ്റ്റ്യൻ. അപ്പം ഞാൻ പറഞ്ഞത് ബിക്കോസ് ദി ആൻസർ ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് കൈൻഡ് ഓഫ് ട്രാഫിക്. നിങ്ങളിവിടെ കാണിച്ചു തരാം. Because the answer depends on what kind of traffic, not just the number of 768. അപ്പോൾ ഇങ്ങനെയാണ് കോൺഫിഗറേഷൻ എങ്കിൽ എ ബ്രൗസർ ലോഡിങ് യുവർ വെബ്സൈറ്റ് 1 to 6 എന്ന് വെച്ചാൽ ഒരു ബ്രൗസർ ലോഡ് ചെയ്യുന്ന പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു ഇതുണ്ട്, ഒരു എൻ പോയിൻ്റ് ആണ്. നിങ്ങൾ വന്നാൽ ഇപ്പം ഉദാഹരണം നിങ്ങളൊരു google.com എടുക്കുന്നതിന് മുമ്പ് ഞാനൊന്ന് ഇൻസ്പെക്ട് ചെയ്യാം. നെറ്റ്വർക്കിലേക്ക് വന്നു. ഞാനിപ്പോൾ ഇവിടെ എക്സിക്യൂട്ട് ചെയ്യുമെങ്കിൽ കണ്ടോ നിങ്ങളുടെ കണക്ഷൻസ് വരുന്നുണ്ടോ. ഒരു API റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നല്ല, ഒരു മൾട്ടിപ്പിൾ ആണ്. നമ്പർ ഓഫ് റിക്വസ്റ്റ് വരും. അത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങളുടെ സൈറ്റ് ഇപ്പം CSS വരുന്ന ഒരു സ്റ്റാറ്റിക് ലൊക്കേഷൻ ആയിരിക്കും, ഇമേജസ് വരുന്നതായിരിക്കും എന്ന് പറഞ്ഞാൽ ഒരു കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയും കണക്ഷൻ റിക്വസ്റ്റ് ഉണ്ടാവും. എന്ന് വെച്ചാൽ 61 റിക്വസ്റ്റ് ആണ് ഒരു HTTP റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ. എന്ന് വെച്ചാൽ അതിനകത്ത് പിന്നെയും ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ ഒരുപാട് സർവർ റിക്വസ്റ്റ് പിന്നെയും കോൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും റിക്വസ്റ്റ് നിങ്ങൾ കാണുന്നത്. എന്നാൽ ഇവിടെ നിങ്ങൾ ഒരു റിക്വസ്റ്റേ കാണുന്നുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഞാനൊരു സ്റ്റാറ്റസ് ഒരെണ്ണം മാത്രമേ അയച്ചിട്ടുള്ളൂ. എൻ്റെ സർവീസ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കി. അതാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഉണ്ടാക്കുമ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സെർവറിന് നിങ്ങൾ ഒരുപാട് ലോഡ് കൊടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് നമ്പർ ഓഫ് API കോൾസ് കുറയ്ക്കണം. വേണ്ട, ഒരു 64 റിക്വസ്റ്റ് ആയി, അതിനകത്ത് 1.1 MB ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ബാൻഡ് വിഡ്ത്താണ്, ഇതൊക്കെ പൈസയാണ്. അപ്പം എത്ര സെക്കൻഡ് എടുത്തു എന്നൊക്കെ പറയുന്നതിൻ്റെ സ്ലോനെസ് ഒക്കെ കൂട്ടുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു കണക്ഷൻ എന്ന് പറഞ്ഞാലല്ല, ഒരു കണക്ഷൻ തന്നെ വരുന്ന 64 റിക്വസ്റ്റ് ആയിരിക്കും. അപ്പോൾ തന്നെ 10 റിക്വസ്റ്റ് കൊടുത്താൽ തന്നെ നിങ്ങൾ 768 കഴിഞ്ഞു പോകും. ഓക്കെ, അപ്പം API ക്ലയൻറ്റ് ഉണ്ടാവും, റിവേഴ്സ് പ്രോക്സി ഉണ്ടാവും. Okay, how much traffic? How many clients at once? Throughput, request per second or Mbps? How much data per second? രണ്ട് തരത്തിൽ നിങ്ങൾക്ക് മെഷർ ചെയ്യാം. കൺകറന്റ് കണക്ഷനും ത്രൂപുട്ട് വെച്ചിട്ട് ചെയ്യാം. എന്നുവെച്ചാൽ ഹൗ മെനി ഇഫ് ഈച്ച് യൂസർ കീപ്സ് 1 TCP കണക്ഷൻ ഓപ്പൺ എന്ന് വെച്ചാൽ ഞാനൊരു ക്ലയൻറ്റായിട്ട് വരുന്നു, എപ്പോഴും ഞാനൊരു കണക്ഷൻ ഇങ്ങനെ ഓപ്പൺ ആക്കി വെച്ചേക്കാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ സെർവ് അപ് ടു 768 കൺകറന്റ് യൂസേഴ്സ്. എന്നെ പോലുള്ള 768 യൂസേഴ്സിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെർവ് ചെയ്യാം. If each user keeps 6 connections, typical for browser loading, എന്ന് വെച്ചാൽ ഇമേജ് CSS കാര്യങ്ങളൊക്കെ ലോഡ് ചെയ്യാൻ 6 കണക്ഷൻ വരെ വേണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, 128 യൂസേഴ്സ് കൺകറൻ്റ്ലി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഡിവൈഡഡ് ബൈ 6 ആയി 128 യൂസേഴ്സിനെ മാത്രമേ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ ഇങ്ങനെയുള്ള കണക്ഷനിലാണെങ്കിൽ. പക്ഷേ ത്രൂപുട്ടിൻ്റെ കേസിലാണെങ്കിൽ നിങ്ങളുടെ റിക്വസ്റ്റ് സൈസ് എന്താണ്, റെസ്പോൺസ് നേരത്തെ പറഞ്ഞില്ലയോ, ലാഗ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ഉണ്ടാവാം, ഒരുപാട് സമയം എടുക്കുന്ന റെസ്പോൺസസ് ഉണ്ടാവാം, ലേറ്റൻസി ഉണ്ടാവാം. അങ്ങനെ ഒരു സമയത്ത് ഒരു റിക്വസ്റ്റിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ 100 millisecond ആണ്. അങ്ങനെ അതിൻ്റെ വർക്കർ ആണെങ്കിൽ റിക്വസ്റ്റ് പെർ സെക്കൻഡ് എന്ന് പറഞ്ഞത് ഇങ്ങനെ റിക്വസ്റ്റ് വരും. അങ്ങനെ എന്നുണ്ടെങ്കിൽ ഡിപ്പെൻഡ്സ് ഡയറക്ട്ലി ഓൺ ഹൗ മച്ച് ഹോട്ട്സ്. ഇതിൻ്റെ ഡേറ്റ നോക്കാം. സ്റ്റാറ്റിക് സൈറ്റ് ആണെങ്കിൽ 100 ml/s ആണെങ്കിൽ 768 ആണ്. ഓക്കെ, 7000 റിക്വസ്റ്റ് പെർ സെക്കൻഡ് എടുക്കാം. പിന്നെ നമ്മുടെ ബാക്ക് ആൻഡ് സ്പീഡ് അനുസരിച്ചിരിക്കും ബാക്കിയുള്ള. ഡൈനാമിക് പ്രോക്സി ആണെങ്കിൽ നിങ്ങളുടെ സെർവർ എങ്ങനെയാണ് റൺ ചെയ്യുന്നത്, നിങ്ങളുടെ PHP എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളത് പോലെ ഇരിക്കും, അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എന്നാലും കണക്ഷൻ സ്റ്റാറ്റസ് ഇങ്ങനെയാണ് നമ്മളുടെ ഒരു സെർവറിൻ്റെ വർക്കറിനെ ഡിഫൈൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മുടെ സെർവറിൻ്റെ ലോഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യുന്നത് ഇങ്ങനെ. ഈ ഒരു ഒന്ന് പറഞ്ഞ യൂസർ ടെസ്റ്റ്, നിങ്ങളുടെ യൂസറിൻ്റെ എത്ര API കോൾസ് വരാനുണ്ട്, എത്ര ത്രൂപുട്ട് ഉണ്ട്, എത്ര റിക്വസ്റ്റ് റെസ്പോൺസ്, എത്ര സമയം നിങ്ങൾ കാത്തിരിക്കും, നിങ്ങളുടെ പ്രോസസ്സിന് എത്രമാത്രം ബാക്ക് എൻഡിന് വെയിറ്റ് ചെയ്യാനുള്ള സമയമുണ്ട്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ സ്പീഡൊക്കെ നോക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ആപ്ലിക്കേഷൻ ആണെങ്കിൽ നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു എൻജിനിക് സെർവർ വെക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വർക്കർ പ്രോസസ്സിൻ്റെ റിസോഴ്സ് കൂട്ടണം, ഹൊറിസോണ്ടലി സ്കെയിൽ ചെയ്യണം, വെർട്ടിക്കലി സ്കെയിൽ ചെയ്യണം. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അങ്ങനെയാണ്. അതല്ലാതെ നിങ്ങൾക്ക് എൻജിനിക്സ് റൺ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് പെട്ടെന്നൊരു ബ്ലോഗ് നോക്കി ഒരു സൈറ്റൊക്കെ അപ്പ് ചെയ്യാം, അതൊന്നും പ്രശ്നമില്ലാത്ത കാര്യമാണ്. പക്ഷേ എന്നാൽ തന്നെ നിങ്ങളുടെ ഒപ്റ്റിമൈസേഷൻ്റെ ഭാഗത്താണ് നിങ്ങൾ പെട്ടുപോകുന്നത്. നിങ്ങൾ എങ്ങനെയാണോ അതിനെ ഒപ്റ്റിമൈസ് ചെയ്യുന്നത്, നിങ്ങളുടെ ഡെവലപ്പറോട് പറയണം ഇങ്ങനെ ചെയ്യാതിരിക്കുക, കാരണം ഞങ്ങളുടെ സെർവറിന് ഇങ്ങനെ പ്രശ്നമുണ്ട്. നിങ്ങൾ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്യാൻ പറയണം. ഡേറ്റാബേസിൻ്റെ കാര്യങ്ങളൊക്കെ ആക്സസ് ചെയ്യുന്ന സമയത്ത് നല്ല ഒന്നുകിൽ ഈ പറഞ്ഞ കണക്ഷൻ ലേറ്റൻസി കുറയ്ക്കുക, അവൈലബിലിറ്റി സോണിൻ്റെ അടുത്തൊക്കെ കൊണ്ടുവരിക, ഡേറ്റ EFS ഉപയോഗിച്ചുകൊണ്ട് EBS ഉപയോഗിക്കാതെ EBS ഉപയോഗിക്കുക, ഡേറ്റ IO ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് കുറയ്ക്കുക, DB കോൾസ് കുറയ്ക്കുക,
പിന്നെ ഈ പറഞ്ഞ പോലെ അനാവശ്യമായിട്ട് APIs വിളിക്കാതിരിക്കുക. ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ തന്നെയാണ് പെർഫോമൻസ് ഓപ്റ്റിമൈസേഷൻ്റെ ഭാഗത്ത് വരുന്നത്. ഇതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അല്ലാതെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കാനും കോഡ് എഴുതാനൊക്കെ ഞാൻ ഇതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാവർക്കും പറ്റുന്നേ. ഇപ്പോൾ നിങ്ങൾക്ക് ChatGPT നോക്കി എല്ലാം ചെയ്തു വെക്കാം. പക്ഷേ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യം ബിഹൈൻഡ് ദ സീൻ പഠിച്ചിട്ടില്ലെങ്കിൽ യു ആർ സ്ക്രൂട്ടനൈസിങ് ദ ആപ്ലിക്കേഷൻ. നിങ്ങളുടെ റിസോഴ്സ് യൂസ് ചെയ്യാണ് ആപ്ലിക്കേഷൻ്റെ. അതുവഴി നിങ്ങളുടെ സൈറ്റ് സ്ലോ ആണ്. അങ്ങനെ മറ്റുള്ള കണക്ഷൻസിന് അങ്ങനെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് വീണ്ടും വർക്കർ പ്രോസസ്സ് ഇങ്ങനെ സ്പോൺ ചെയ്യാണ്, റിസോഴ്സ് കൺസംഷൻ കൂട്ടുകയാണ്. ഓക്കെ, റെഡി? അപ്പം ഞാനിത് പറഞ്ഞതോടുകൂടി എല്ലാം കഴിഞ്ഞു എന്ന് തോന്നുന്നു. മീൻസ് ഹൗ Nginx വർക്ക്സ്. ഞാൻ ഇതിനകത്ത് draw.io ഒന്നുകൂടെ ഒന്ന് എടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ ക്ലയൻറ്റ് വരുന്നു, ലിസൺ പോർട്ട് എടുക്കുന്നു, മാസ്റ്റർ ഡിലീറ്റ് ചെയ്യുന്നു, വർക്കർ ഉണ്ടാക്കുന്നു, സെർവർ ബ്ലോക്ക് ഉണ്ടാക്കും. അപ്പം ഇനി നമുക്ക് നോക്കേണ്ടത് എങ്ങനെയാണ് സെർവർ ബ്ലോക്ക് ഡിഫൈൻ ചെയ്യുക. അതിനുശേഷം നമ്മളുടെ ഡയറക്റ്റീവ്സ് എന്തൊക്കെയാണ്, Nginxൻ്റെ ഡയറക്റ്റീവ്സ് എന്തൊക്കെയാണ് കോമൺ. അതേപോലെ ഈ പറഞ്ഞ പോലെ സെർവർ ബ്ലോക്ക് എങ്ങനെയാണ്, ലൊക്കേഷൻ ബ്ലോക്ക് എങ്ങനെയാണ് റീഡയറക്ഷൻ നടക്കുക, റീറൈറ്റിംഗ് ബാക്ക് എൻഡുമായിട്ട് കൊടുക്കുന്നത് എങ്ങനെയാണ്, സെക്യൂരിറ്റി എൻഹാൻസ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു നോക്കാം. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദ സെഷൻ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് എൻ്റെ കോർ ഡെവോപ്സ് ടെക്നോളജീസ് ആണ്. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും കാര്യം സംസാരിക്കാൻ പറ്റുന്നത്. പൈത്തൺ എൻ്റെ ഒരു നിന്ന് പഠിപ്പിക്കാൻ വേണ്ടി എടുത്തതാണ് പൈത്തൺ. എന്നാൽ ഇതെൻ്റെ പഠിച്ച് പറയേണ്ട കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പ്രസൻറ്റേഷൻ ഇല്ലാത്തതിൻ്റെ കാര്യം അത് തന്നെയാണ്. ഇങ്ങനെ പോയാലേ നടക്കുള്ളൂ. സോ ഞാൻ വീണ്ടും ബാക്ക് ടു ദി ടോപ്പിക്. ഇതിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മൾ പറഞ്ഞു പോയതാണ്. സോ അതുകൊണ്ടാണ് അപ്പാഷെ ഉപയോഗിക്കാത്തത്. അപ്പാഷെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കുക എന്തുകൊണ്ട് അപ്പാഷെ സ്ലോ ആകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വർക്ക് പ്രോസസ്സ് ഒരുപാട് സ്പോൺ ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പം അങ്ങനൊരു ഇപ്പം മൈക്രോ സർവീസസിനകത്തൊക്കെ വരുമ്പോൾ നിങ്ങൾ Nginx ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അതിനെ തന്നെ ഇപ്പം മൊഡ്യൂൾസ് ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് അതിനെ റിവേഴ്സ് പ്രോക്സി ആക്കാം, ലോഡ് ബാലൻസർ ആക്കാം. സോ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് സെഷൻ. ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു വെരി മച്ച് ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് എപ്പിസോഡ്. ബൈ.